എല്ലാവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഈ കാണുന്ന ചാർജിങ് സ്റ്റേഷനിലാണ്. നമ്മളെ മലയാളികൾ അല്ലെങ്കിൽ ഇപ്പോൾ EV യൂസേഴ്സ് ആയിട്ടുള്ള മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒരു സ്ഥലം കൂടെ കേട്ടോ. കാരണം ഇത്രയധികം EV ഒരുമിച്ച് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ കേരളത്തിൽ ഇവിടെ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ജിയോ BP പൾസ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ BP എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഉള്ള ഇതാണ്. പക്ഷേ ഇവരെ ആപ്പും കാര്യങ്ങളും വളരെ മോശം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി കണക്റ്റീവ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ നമ്മളെ ഇവിടെയാണ് കേട്ടോ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിന് ഇഷ്ടം പോലെ, അതായത് ഏകദേശം 60ഓളം ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. അതായത് ഒരു സ്റ്റേഷൻ ഞാൻ ഉദ്ദേശിച്ച ഒരു മെഷീനിലാണ് 2 ഗണ്ണുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ 120 CCS2 ഗണ്ണുകൾ മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിലേറ്റവും കൂടുതൽ കിടക്കുന്ന ടാക്സിയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എവിടെയും കാണാൻ പറ്റില്ല, ഇത്രയധികം EV ടാക്സികളാണ് നമ്മുടെ ബാംഗ്ലൂർ ഓടുന്നത്. അപ്പം ഇതിൽ പല പ്രീമിയം ക്യാബുകളുണ്ട്. ഇപ്പം ഇതിപ്പോൾ അവിടെ MGൻ്റെ ഒരു ZS കിടക്കുന്ന കാണാം. ടാറ്റേൻ്റെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒരു 90% അല്ലെങ്കിൽ 99% ടാറ്റേൻ്റെ വണ്ടികൾ തന്നെയാണ്, ഒക്കെ ക്യാബാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ നല്ല ചാത്തനാണ്. ഈ ഒരു ചാർജിങ് സംഭവം ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം അരമണിക്കൂർ വേണ്ടി വന്നു. ഞാൻ ആക്ച്വലി 42% എന്നാണ് ഇപ്പം കുത്തിയിട്ട് ഞാൻ 100% ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ലോങ്ങും കാര്യങ്ങളൊക്കെ പോകാനുള്ളതായതുകൊണ്ട്. അപ്പം അങ്ങനെ കുറേ പാടുപെട്ടു. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ബാക്കി ഇരിക്കുന്ന ടാക്സിക്കാരൊക്കെ പാടുപെട്ടു. പക്ഷേ ഇവിടെ ഇരിക്കാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ഡ്രൈവേഴ്സിനും മറ്റും റെസ്റ്റ് എടുക്കാനുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ ഇവിടെ 120ഓളം GBT ഗണ്ണുകൾ കാണാം. അതുപോലെ തന്നെ സ്ലോ ചാർജിങ് ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഓരോ ക്യാബുകളും സ്ലോ ചാർജിങ്ങിൽ കുത്തിയിരുന്നതാണ്. കാരണം സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്, വേറെ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് പട്ടികളും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന GBT ഗണ്ണുകളാണ് ചെറിയ ഓട്ടോറിക്ഷകളും മറ്റുകൾക്കും വേണ്ടിയിട്ട് കുത്തിയിടുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സാധാരണ നമ്മുടെ പ്ലഗ്ഗാണ് കേട്ടോ. സ്ലോ ചാർജിങ് വേണമെങ്കിൽ ബാംഗ്ലൂർ ആർക്കെങ്കിലും വന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കുത്തിയിടാം. കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് കർണാടകയിലെ കണ്ണൂരാണ് ഈ ചാർജിങ് സംഭവം വരുന്നത്. ഇവിടെ ഒരു EV ഗുഡ്സ് ഓട്ടോറിക്ഷ കാണാം, ഒരു മഹീന്ദ്രൻ്റെ. പിന്നെ പ്രൈവറ്റ് വണ്ടികളൊന്നും ഞാനിവിടെ കണ്ടില്ല. ഇവിടെ കൂടുതലും പലതരം ക്യാബുകളാണ് കണ്ടത്. പിന്നെ ഇവിടെ വലിയൊരു ട്രാൻസ്ഫോമർ കാണാം. ഏതായാലും ഭാവിയിൽ ഇതേപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും വരുന്നുള്ള എനിക്ക് സംശയമില്ല. കാരണം അത്ര തോതിലാണ് വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂവും കാര്യങ്ങളൊക്കെ വളരെയധികം കുറയും. അപ്പം നമ്മുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം വളരെ കുറയും. പക്ഷേ ഇവരെ സോഫ്റ്റ്വെയർ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതെ. അതുകൊണ്ട് ഈ കാണുന്നതാണ് കേട്ടോ. ഇത് 3.3 കിലോവാട്ടിൻ്റെ ആണ് ഗണ്ണ് വരുന്നത്. ചെറിയ ഗണ്ണാണ്, ഓട്ടോറിക്ഷയ്ക്കും മറ്റും യൂസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സ്ലോ ചാർജിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളാണ്, ഗണ്ണുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല വരുന്നത് കുറച്ച് വിട്ടിട്ട് കൊത്തനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇവിടെ അടുത്തെല്ലാം റൂം എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. പക്ഷേ ഇതുകൊണ്ടുള്ള മാതൃകപരമായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റേഷനുകൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ പറ്റും. കുറച്ച് സ്ഥലം ഏറ്റെടുത്ത് കുറച്ച് ആൾക്കാർ വിചാരിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതേപോലെ ഈ ആൾക്കാർ കണ്ടില്ലേ ചാർജ് ആവാനിരിക്കുകയാണ്. ഈ ഒരു സംഭവം ടെക്നോളജിയൊക്കെ ഇനി മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളും കുറേ സ്ഥലത്ത് പോസ്റ്റ് ആവുകയാണ്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഈവൻ തോ വണ്ടിക്കകത്ത് പാട്ടൊക്കെ കേട്ട് ഇരിക്കാമെങ്കിലും അത് കുറച്ച് ഉഴപ്പൻ പരിപാടിയാണ്. ഇവിടെ ഓൾറെഡി നമുക്ക് വണ്ടീൻ്റെ കൂടെ കിട്ടുന്ന 3.3 കിലോവാട്ടിൻ്റെ ഗണ്ണുകൾ കുറേ കാണാം കേട്ടോ. അതായത് ഈ ക്യാബിൻ്റെ കമ്പനികൾ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3.3 കിലോവാട്ടിൻ്റെ 7.5 കിലോവാട്ടിൻ്റെ ഒരു ഹോം ചാർജർ കാണാം. ഇതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ്. അതായത് 1 കിലോവാട്ടിന് 20 രൂപ മറ്റും പ്ലസ് ടാക്സാണ് വരുന്നത്. പക്ഷേ നിങ്ങളിപ്പം വേറെ ഇപ്പോൾ ഇവിടുത്തെ ഷെൽ റീചാർജും മറ്റും വെച്ച് നോക്കുമ്പം ആക്ച്വലി കുറവ് തന്നെയാണ്. എന്നിരുന്നാലും ഇവരുടെ സോഫ്റ്റ്വെയർ വളരെ മോശമാണ്, എടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ മാക്സിമം സ്റ്റാറ്റിക്കും മറ്റൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവർ ഭയങ്കര പാട്ടയാണ്, നിങ്ങളെ പോസ്റ്റ് അടിച്ച് കൊല്ലും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.